ഹായ് എവരിവൺ, വെൽക്കം ടു ദ ഇന്ത്യൻ ക്രോണിക്കിൾ. അപ്പോൾ വേദിക് പീരീഡിനെ പറ്റിയിട്ട് ഒരു ആമുഖം, ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ വേദിക് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതും ഒരു ഇൻട്രഡക്ഷൻ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ കോർ പാർട്ട് എന്ന് പറയുന്നത് വേദാസ് ആയിരിക്കും. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. വേദിക് പീരീഡിൽ there are 4 വേദാസ്: ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഇങ്ങനെ 4 വേദങ്ങളിലായിട്ടാണ് വേദിക് ലിറ്ററേച്ചർ റൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ദ ഓൾഡസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഋഗ്വേദയാണ്. ഈ ഋഗ്വേദയില് എന്താ അതിന്റെ കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് 1028 ഹിംസ്, അതായത് 1028 മന്ത്രങ്ങളുടെ ഒരു കളക്ഷനാണ് ഈ പറയുന്ന ഋഗ്വേദ. അതുപോലെ ഈ ഋഗ്വേദ തന്നെ ഫർദർ 10 മണ്ഡലങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എക്സാക്ട് ട്രാൻസ്ലേഷൻ നമുക്കിപ്പോ ഓളിയം എന്നൊക്കെ പറയാം. നമുക്കിപ്പോ ഷെർലക് ഹോംസ് സമ്പൂർണ്ണ കൃതികൾ ഓളിയം 1, ഓളിയം 2 എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഋഗ്വേദങ്ങൾക്ക് 10 ഓളിയംസ് ഉണ്ട്. അതിനെയാണ് വേദിക് ലാംഗ്വേജിൽ മണ്ഡലാസ് എന്ന് പറയുന്നത്. 10 മണ്ഡലങ്ങളിലായിട്ട് ഈ ഋഗ്വേദം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് 1ാമത്തെയും 10ാമത്തെയും മണ്ഡലാസ്, അതായത് ഓളിയംസ്, അതിനകത്താണ് നമ്മുടെ ആൻഷ്യന്റ് വർണ്ണ സിസ്റ്റത്തിനെയൊക്കെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. ഈ വർണ്ണ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. വരുന്ന ക്ലാസ്സുകളിൽ സോഷ്യൽ ലൈഫിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ പറയുന്ന ഏർലി വേദിക് വർണ്ണ സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കുന്നത് ഋഗ്വേദത്തിലെ 1ാമത്തെയും 10ാമത്തെയും മണ്ഡലാസിലാണ്. അതിനെ പുരുഷ സൂക്താസ് എന്ന് പറയും. ബാക്കിയുള്ള മണ്ഡലങ്ങളെല്ലാം ഫാമിലി ബുക്ക് എന്നാണ് പറയുന്നത്. അത് ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും 2 to 7, ഈ പറയുന്ന 1 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളെ ഫാമിലി ബുക്ക് എന്നാണ് പറയുന്നത്. കാരണം പണ്ടത്തെ വേദിക് മഹർഷിമാരുടെ ഫാമിലിയെ പറ്റിയിട്ടാണ് ബേസിക്കലി ഈ പറയുന്ന ഓളിയംസ് ഒക്കെ പ്രതിപാദിച്ചിരുന്നത്. അപ്പോ ഇതാണ് ഋഗ്വേദത്തിന്റെ 10 മണ്ഡലാസ്. ഇനി ഓരോ വേദത്തിനും അതിന്റെ ഒരു ഉപവേദം ഉണ്ടാവും. അങ്ങനെ ഋഗ്വേദത്തിന്റെ ഒരു ഉപവേദമാണ് ആയുർവേദ. അതുപോലെ ഋഗ്വേദത്തിന്റെ മറ്റൊരു മെറിറ്റാണ്, ഈ റീസെന്റ് ആയിട്ട് യുനെസ്കോയുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതായത് വേൾഡ് ഹ്യൂമൻ ഹെറിറ്റേജിനെ സിഗ്നിഫൈ ചെയ്യുന്ന ലിറ്ററേച്ചറിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് യുനെസ്കോയ്ക്ക്. ആ ലിറ്ററേച്ചറിന്റെ ലിസ്റ്റിൽ റീസെന്റ് ഋഗ്വേദയും ഇടം പിടിച്ചിട്ടുണ്ട്. അതും ഋഗ്വേദയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. അപ്പോൾ ഋഗ്വേദ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് യജുർവേദയിൽ എന്താ അതിന്റെ കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സാക്രിഫൈസസ്, അതായത് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ് യജുർവേദം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ യജുർവേദത്തിനകത്ത് തന്നെ 2 പാർട്ടുകളുണ്ട്: ശുക്ല യജുർവേദ ആൻഡ് കൃഷ്ണ യജുർവേദ. ഇതെന്താ ഈ ഒരു ഡിവിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ശുക്ല യജുർവേദ, ദാറ്റ് ഈസ് വൈറ്റ് യജുർവേദ, ആൻഡ് കൃഷ്ണ യജുർവേദ, ദാറ്റ് ഈസ് ബ്ലാക്ക് യജുർവേദ. ഈ ഒരു ഡിവിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശുക്ല യജുർവേദ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മന്ത്രങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു പോയറ്റിക് ഫോർമാറ്റ് മാത്രമായിരിക്കും നമുക്ക് ശുക്ല യജുർവേദയിൽ കാണാൻ പറ്റുക. നേരെ മറിച്ച് നമ്മൾ കൃഷ്ണ യജുർവേദ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്, ദ ബോത്ത് മന്ത്രാസ് ആൻഡ് ദെയർ എക്സ്പ്ലനേഷൻസ് ആർ അവൈലബിൾ. അതായത് പ്രോസ് ഫോർമാറ്റിലും മന്ത്ര ഫോർമാറ്റിലും നമുക്ക് കൃഷ്ണ യജുർവേദ കാണാൻ സാധിക്കും. ഈ പറയുന്ന യജുർവേദത്തിന്റെ ഉപവേദമാണ് ധനുർവേദ. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതായത് ആൻഷ്യന്റ് വെപ്പൺറി, ആയുധ കലയാണ് അല്ലെങ്കിൽ ആയുധ വിജ്ഞാനമാണ് ഈ പറയുന്ന ധനുർവേദക്കകത്ത് പ്രതിപാദിക്കുന്നത്. ഓരോ ആയുധവും, ഇപ്പൊ വാളാകട്ടെ, വില്ലാകട്ടെ, അമ്പാകട്ടെ, കുന്തമാകട്ടെ, ഗദയാവട്ടെ,
ബേസിക്കലി ധനു എന്ന് പറയുമ്പോൾ അത് വില്ലിനെയാണ് സൂചിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ പറയുന്ന എല്ലാ ആയുധങ്ങളും എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ യോദ്ധാവ് ഏത് പൊസിഷനിൽ നിൽക്കണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ധനുർവേദക്കകത്ത് പ്രതിപാദിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഉപവേദ ഓഫ് യജുർവേദ. അത് കഴിഞ്ഞിട്ട് സാമവേദ. സാമവേദത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പാടി അതിനെ ആലപിക്കാൻ പാകത്തിന് എഴുതിയിരിക്കുന്ന ഹിംസ് ഉള്ള ഒരു വേദയാണ് സാമവേദ. അതും അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1810 രാഗങ്ങൾ, 1810 മെലഡികൾ ഈ സാമവേദക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതും നമ്മുടെ താൻസൻ ഒക്കെ മാസ്ട്രോ ആയിരുന്ന ഒരു രാഗം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ധ്രുപദ രാഗ. ഈ ഒരു രാഗത്തിലാണ് നമ്മുടെ താൻസൻ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. ഈ ധ്രുപദ രാഗം സാമവേദത്തിൽ നിന്ന് ഒറിജിൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ സാമവേദത്തിന്റെ ഉപവേദമാണ് ഗന്ധർവവേദ. പൊതുവെ ഗന്ധർവന്മാരെയാണല്ലോ നമ്മള് സംഗീതവുമായിട്ട് റിലേറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക. ഗന്ധർവ സംഗീതം, ഗന്ധർവരാഗം എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അത് ഓർമ്മിക്കുമ്പോഴത്തേക്ക് നമുക്ക് സാമവേദത്തിന്റെ ഉപവേദം ഗന്ധർവവേദമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു വേദമാണ് അഥർവവേദം. അഥർവവേദം കുറച്ചുകൂടെ മാജിക്കൽ സ്പെൽസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ മിറാക്കിളൊക്കെ നടത്താൻ കെൽപ്പുള്ള മാജിക് മന്ത്രാസിനെ പറ്റിയിട്ടും ഒരല്പം ബ്ലാക്ക് മാജിക്കിനെ പറ്റിയിട്ടും ഒക്കെ പ്രതിപാദിക്കുന്ന വേദമാണ് അഥർവവേദ. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഥർവവേദം നോൺ ആര്യൻ വർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നോൺ ആര്യൻ വർക്ക്. അത് എന്താ പറയുക, ആര്യന്മാരെഴുതിയ ഒരു വേദമല്ല അഥർവവേദം എന്ന് പരക്കെ പറയപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു ബ്ലാക്ക് മാജിക് ഒന്നും പൊതുവെ ആര്യന്മാർ പ്രിഫർ ചെയ്യാത്ത, അല്ലെങ്കിൽ ആര്യന്മാർക്ക് കുറച്ച് ഏലിയനേറ്റ് ചെയ്യപ്പെടുന്ന, ആര്യന്മാർ ഏലിയനേറ്റ് ചെയ്യുന്ന ഈ മെത്തേഡ്സ് ആണ് ഈ ബ്ലാക്ക് മാജിക്കും ബ്ലാക്ക് സ്പെൽസും ഒക്കെ. പൊതുവെ ഒരു ഈവിൾ ഫോഴ്സസ് മാത്രം യൂസ് ചെയ്തിരുന്ന, നിങ്ങൾക്കറിയാലോ ദുർമന്ത്രവാദം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരിക്കലും ഒരു ആര്യൻ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യിക്കില്ല. അതുകൊണ്ട് തന്നെ അഥർവവേദം ആര്യന്മാർ എഴുതിയതല്ല എന്നാണ് പൊതുവെ ഉള്ളൊരു അഭിപ്രായം. അതും ഈ അഥർവവേദത്തിനകത്ത് 711 ശ്ലോകങ്ങളാണ് ഉള്ളത്. 20 വോളിയമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വേദങ്ങളെല്ലാം ഓറലി ട്രാൻസ്മിറ്റ് ചെയ്തതാണ്. ഇതിനെ പിന്നീട് അതായത് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഏകദേശം AD ഒക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഇതിനെ റിട്ടൺ ഫോർമാറ്റിലോട്ട് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു വേദങ്ങളൊക്കെ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തെന്നോ ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്നോ എന്നുള്ള ഡീറ്റെയിൽസ് അൺനോൺ ആണ്. സ്റ്റിൽ അത് അൺനോൺ ആണ്. അതുപോലെ തന്നെ ഈ വേദ എന്ന പദത്തിന്റെ എറ്റിമോളജി തപ്പിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ വിദ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന്, അതായത് അറിയുക അല്ലെങ്കിൽ അറിവ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന വിദ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വേദ എന്ന പദം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വേദങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ. അതുപോലെ ഈ പറയുന്ന വേദങ്ങളെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ജനറലി. ഒന്ന് ഏർലി വേദിക് ലിറ്ററേച്ചർ എന്നും ലേറ്റർ വേദിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് 2 പാർട്ടുകളിലായിട്ട് ഈ വേദാസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തിന്റെ ബേസിസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഋഗ്വേദത്തിനകത്ത് കുറച്ച് ഫാമിലി ബുക്കുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഈ പറയുന്ന വേദകാലത്ത് ജീവിച്ചിരുന്ന മഹർഷിമാരായിട്ടുള്ള വിശ്വാമിത്രൻ, അത്രി, അതുപോലെ തന്നെ വസിഷ്ഠൻ, ഇതുപോലുള്ള മഹർഷിമാരുടെ ഫാമിലിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ബുക്സ് ആണ്, അല്ലെങ്കിൽ മണ്ഡലാസ് ആണ് നമ്മുടെ ഋഗ്വേദത്തിന്റെ 2 മുതൽ 7 വരെയുള്ള മണ്ഡലാസ്. അപ്പൊ ഈ മണ്ഡലാസ് എല്ലാം, ഈ ഫാമിലി ബുക്സ് എല്ലാം ഏർലി വേദിക് ലിറ്ററേച്ചറിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ മറ്റ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏർലി വേദിക് പേഴ്സണാലിറ്റീസിന് റിലേറ്റ് ചെയ്യുന്ന ബുക്കുകളെല്ലാം ഏർലി വേദിക് ലിറ്ററേച്ചറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ ജനറൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് നമ്മളിപ്പോ പറഞ്ഞ ഋഗ്വേദത്തിന്റെ 1-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും 10-ാമത്തെയും മണ്ഡലം, അതിൽ 1-ാമത്തെയും 10-ാമത്തെയും നമ്മൾ പറഞ്ഞു നമ്മുടെ വർണ്ണ സിസ്റ്റത്തിനെയൊക്കെ പറ്റി പ്രതിപാദിക്കുന്ന പുരുഷ സൂക്തങ്ങളാണ്. 8-ാമത്തത് ഒരു ഫാമിലി ബുക്കാണ്.
കണ്വ എന്ന് പറയുന്ന മഹർഷി, നമ്മളിപ്പോ ഈ അഭിജ്ഞാന ശാകുന്തളമൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളവർക്ക് കണ്വൻ ആര് എന്നൊക്കെ അറിയാമായിരിക്കും. അപ്പൊ ഈ കണ്വ മഹർഷിയുടെ ചില ഫാമിലിയൽ ഡീറ്റെയിൽസ് തന്നെയാണ് 8ാമത്തെ മണ്ഡലത്തിലും ആഡ് ചെയ്തിരിക്കുന്നത്. ഹൗവർ അതിനെ നമ്മൾ ഫാമിലി ബുക്കിൽ പൊതുവെ ക്ലാസിഫൈ ചെയ്യാറില്ല. അതുപോലെ 9ാമത്തെ മണ്ഡലത്തില് ഒരു വേദിക് ഡയറ്റി ആയിട്ടുള്ള സോമ എന്ന് പറയുന്ന ഒരു ഡയറ്റിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങളാണ് വേദയില് നമുക്ക് ഋഗ്വേദയിലെ ഒരു 9ാമത്തെ മണ്ഡലത്തില് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഈ പറയുന്ന 1, 8, 9, 10 മണ്ഡലങ്ങൾ, ഋഗ്വേദത്തിലെ ഈ 4 മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വേദങ്ങൾ, യജുർവേദ, സാമവേദ, അഥർവവേദ, ഇതൊക്കെ ലേറ്റർ വേദിക് ലിറ്ററേച്ചർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വേദിക് പീരീഡിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. 4 വേദങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബ്രോഡ് നോളജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ഈ വേദങ്ങളുടെ 4 പാർട്ട്, അതായത് ബ്രാഹ്മണ, ആരണ്യക, സംഹിത, ഇങ്ങനെയൊക്കെയുള്ള വേദിക് പാർട്ടുകളെ പറ്റിയിട്ട്, വേദിക് ലിറ്ററേച്ചറിന്റെ ഡിഫറെന്റ് പാർട്സിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് സാൻസ്ക്രിറ്റ് പദങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് വേദിക് സിവിലൈസേഷൻ മുഴുവൻ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത്, അല്ലെങ്കിൽ ഇനി കൂടുതൽ അറിയണമെന്ന്, ഇതിനകത്ത് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ഫീച്ചേഴ്സ്, ഇതൊക്കെ കമന്റ് വഴി അറിയിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതാവും. ലോങ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫീൽ ഫ്രീ ടു ആസ്ക് ഡൗട്ട്സ്. സോ താങ്ക് യു.